ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നല്ലൊരു വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതുപോലുള്ളൊരു വാൾ ഹാങ്ങിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ ഒരു ബെലൈക്കൺ കാണും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അതാത് ടൈമിൽ എത്തിപ്പെടും. നമുക്ക് ക്രാഫ്റ്റ് തുടങ്ങാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ഫാബ്രിക്, അതായത് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഗ്രോസറി ബാഗ്സാണ്. എനി കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആദ്യം ഞാൻ അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്യാം. ഇത് ഞാനൊരു 10 സെൻറ്റിമീറ്റർ എടുത്തത്, 10 to 10, അതായത് സ്ക്വയർ പീസ്. നമുക്കങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ ശേഷം എല്ലാം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഞാൻ ഓരോ പീസായി മാറ്റി വെച്ചു. ഒരു പാക്കറ്റിൽ നിന്ന് മാക്സിമം ഫുൾ പാക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു സ്ക്വയർ കിട്ടും. അത് ബാക്കി ആ ഒരു രീതിയിൽ ഫുൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ സ്ക്വയർ പീസ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. 1, again 2, 3, ലാസ്റ്റ് 4. ഈ 4 ഫോൾഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു പെറ്റലിൻ്റെ ഹാഫ് പോർഷൻ പോലെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ നമുക്ക് 3 ട്യൂട്ടോറിയൽ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഫ്ലവർ എങ്ങനെ കട്ട് ചെയ്യാം, എത്ര പെറ്റലുള്ള ഫ്ലവേഴ്സിനെ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ട്യൂട്ടോറിയലായി. ഇതുപോലെ വരും. നമുക്ക് 8 പെറ്റൽസ് വരും. ഇതുപോലെ ഈ പീസ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ മിഡിൽ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് സ്റ്റെമ്മ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതല്ല, ഇതേമാതിരി എല്ലാം കട്ട് ചെയ്ത് റെഡിയായി. വീഡിയോ ലാഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നത്. ഇത് പേപ്പർ റോള് നിങ്ങൾക്ക് മെറ്റൽ വയർ എടുക്കാം. ഇനിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിളായ ഈർക്കിൽ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്സ് അങ്ങനെ ഉണ്ട്, അതും എടുക്കാം. ഞാനിതിൽ ഒരു ചെറിയൊരു പീസ് എടുത്ത് നമുക്കതിൻ്റെ നടുഭാഗം, അതായത് ആ ഫസ്റ്റ് പേപ്പർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവറിൻ്റെ ഈ ഷേപ്സും ഇതിലോട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ശരിക്കും ഫെവിക്കോളും നമ്മൾ നോർമൽ ഗം ഉണ്ടെങ്കിലും ഇത് സ്റ്റിക്കാവും. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് തുണി ആയതുകൊണ്ട്, ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ഫെവിക്കോളിനെ കൊണ്ടും ഇത് പെട്ടെന്ന് ഒട്ടും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ടൈം എടുക്കും ആ ഒട്ടി വെക്കുക. ഇതാണെങ്കിൽ പെട്ടെന്നാവും. ഇതുപോലെ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു ഗം ഇങ്ങനെ ആക്കി ഞാനൊന്നത് ഫോൾഡ് ചെയ്തൊന്ന് വെക്കുന്നേ ഉള്ളൂ. പേപ്പർ സ്റ്റമ്മിൻ്റെ എൻഡ് കാണാതിരിക്കാൻ വേണ്ടി മാത്രം.
ക്രാഫ്റ്റ് അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവർക്കുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ചെയ്ത് ക്രാഫ്റ്റ് അതേപടി കോപ്പി ചെയ്യുന്നതിനേക്കാളും സ്വയം ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ അത്രയും സമയം എൻഗേജ്ഡ് ആയിരിക്കും, നമ്മുടെ മൈൻഡ് അത്രയും റിലാക്സ് ആയിരിക്കും, ആ ടെൻഷൻ ഫ്രീ ആവും. അതും കൂടെയും ഈ ക്രാഫ്റ്റിനൊരു പ്ലസ് പോയിൻ്റാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ ഈ ഒരു ഇത്ര മതിയാണ്. നിങ്ങൾക്ക് ഇത്രയുള്ള ഫ്ലവറാണെങ്കിൽ ഇത്ര ഇത് വെച്ച് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഒരു ഫ്ലവർ ഞാൻ ഇത്രയും വെച്ച് ഇവിടെ നിർത്തി, ഒരു ഫ്ലവർ. ഇനി ഇതുമാതിരി ഇതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് നമുക്ക് ഇനി മാക്സിമം എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഞാനൊരു 3 എണ്ണം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 3 എണ്ണം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബാക്കിയുള്ള പോർഷൻ ചെറിയ സ്ക്വയേഴ്സ് ആക്കി മാറ്റാൻ, എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇതൊരു 6-7 സെൻറ്റിമീറ്റർ ഉണ്ടാകുന്ന ഇത്രയും ഉണ്ടാവും ചെറിയത്. ഇതൊരു റെക്റ്റാങ്കിളാണ്. നമുക്കത് സ്ക്വയർ ആക്കിയത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് പോർഷൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറായി കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി ഇത് വെച്ച് 1 2 again 3 അത് ജസ്റ്റ് നേരത്തെ കട്ട് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കത് 4 പെറ്റൽ ഫ്ലവറായി കിട്ടും. അതുപോലെ ബാക്കി എല്ലാ പീസും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ബാഗ്. അത് ഇതേമാതിരി അതിൻ്റെ 2 പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് ക്ലിയർ ചെയ്തെടുക്കാം. അതിൽ ഞാനൊരു 2-3 സെൻറ്റിമീറ്റർ വീതിയിൽ ഇങ്ങനെ
ഒരു കുറച്ചെണ്ണം ഒരു 5-10 എണ്ണം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെയുള്ള വയർ ടൈപ്പ് കിട്ടും. ഇനി നമുക്ക് അതിനൊരു ലീഫ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. പെർഫെക്ഷൻ കാരണം നമ്മൾ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം അങ്ങനെ പെർഫെക്ഷൻ ആകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ നോക്കാം, നമ്മൾ പ്ലാന്റെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഡ്രോയിങ് പോലെ ആയിരിക്കില്ല ഒരു റിയലായിട്ടുള്ള ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ മേലെ ഇങ്ങനെ ഇതിൻ്റെ മേലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ ഇങ്ങനെ കുറേ എണ്ണം എടുത്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതുപോലെ ഇതെല്ലാം ഇതിൻ്റെ മേലെ ഒരു ലീഫോ അല്ലെങ്കിൽ 1-2 ലീഫോ അതിന് മേലെ ഒരു ഫ്ലവർ വെച്ചിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പേപ്പേഴ്സ്. ഞാൻ 1 സൈഡ് യൂസ്ഡ് ആയിട്ടുള്ള പേപ്പർ എടുത്തത്. നമുക്കൊരു ഇത് മതി. അതിലൊരു ഹാഫ് പോർഷൻ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ജസ്റ്റ് സാധാ നോർമൽ ഗമ്മ എടുത്തത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെയുള്ള കുറച്ചെണ്ണം ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഒരു പേപ്പറിന് 2 പീസ് കിട്ടും. അങ്ങനെ വരുന്ന 4 പേപ്പേഴ്സിന് 8 പീസ് കിട്ടും നമുക്ക്. ഇതുപോലെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മിഡിലൂടെ ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്ത് നമുക്ക് ഇതേമാതിരി എല്ലാ പേപ്പറും അറേഞ്ച് ചെയ്ത് വെക്കാം. അത് എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെ എല്ലാ ഈ പേപ്പേഴ്സിൻ്റെ എൻഡിലും ഗമ്മിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിക്കായത് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതൊരു സിലിണ്ടർ ഇതിൽ ഫോൾഡ് ചെയ്തെടുക്കാം. സിലിണ്ടർ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെക്റ്റാങ്കിൾ ഷേപ്പിലും ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് സിലിണ്ടർ പോർഷനിൽ ഇത് ആക്കി സാലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഈ വൈറ്റ് പേപ്പർ ഇതിന് നിങ്ങൾക്ക് കളേർഡ് പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് ഭംഗിയുണ്ടാവും കാണാൻ. ഓരോരാൾ ടേസ്റ്റ് പോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു പോർഷൻ നമുക്ക് ലെങ്ത്ത് കൂടുതലാണ്. നമുക്ക് അതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അവിടെ സെലോ ടേപ്പ് മാക്സിമം വീട്ടിൽ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും കിട്ടും. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ വരും ഇതിൻ്റെ. അപ്പം ഇതിൽ ഒരു ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് സ്റ്റിക്കിൽ എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് മനസ്സിലായി. രണ്ടാമത്തെ ട്യൂട്ടോറിയലാണ് ഈ കാണിക്കുന്നത് ഫ്ലവർ വേസ്. നമുക്ക് ഒരു ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഫ്ലവേഴ്സ് കയ്യിലുണ്ടാവും, നമ്മൾ വാങ്ങിച്ചതല്ലെങ്കിൽ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് നമ്മളെ കയ്യിലുണ്ടാവും. നമ്മളത് എവിടെയെങ്കിലും വെക്കാൻ നമുക്ക് അറേഞ്ച്മെൻറ്റിന് ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ട്യൂട്ടോറിയൽ, അങ്ങനെ 2 ട്യൂട്ടോറിയൽ ഇതിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ബേസ് റെഡിയായി. നമുക്ക് ഇനി ഇത് വാൾ ഹാങ്ങിങ് അല്ലേ, അപ്പം ഹാങ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിൽ ആക്കിയെടുക്കണം. അപ്പം ഹുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇപ്പം നമുക്ക് ക്ലോത്ത് അല്ലെങ്കിൽ വയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ പേപ്പർ തന്നെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പേപ്പർ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഹാങ്, കാരണം ഇത് വെയിറ്റ് ഇല്ലാത്ത സാധനമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല.
ഈ പേപ്പർ വെയിറ്റ് ഇല്ലാത്തതാണ്, ഇതിൽ വെക്കാൻ പോകുന്ന ഫ്ലവേഴ്സ് വെയിറ്റ് ഇല്ലാത്തതാണ്. സോ നമുക്ക് പേപ്പർ വെച്ചിട്ട് ഈ സെലോ ടേപ്പും എല്ലാം നമ്മൾ നല്ല ഇതിൽ നിൽക്കും. നമുക്ക് ഇതിന് ഈ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെ ഞാനിതും സെലോ ടേപ്പാണ് എടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റമ്മിനൊരു ഇത് കിട്ടും, ആ സ്റ്റിഫ്നെസ് ഒന്ന് മാറി കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് വലിച്ചാൽ മതി. നമുക്കിനി ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുള്ള ലൈറ്റ് കളർ ബ്ലൂകളിലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ 2 കളേഴ്സ് കാണുന്നത്. ഇതുപോലെ നമുക്കൊരു ബൊക്കെ മോഡലും നമുക്കിത് ചെയ്തെടുക്കാം. ഇത് മാത്രം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം നമുക്കത് ചെയ്യാം. ഇത് നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ച ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി. നമുക്ക് ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള കുറേ ഒരു കളർ ഞാൻ പറഞ്ഞ പോലെ 2 കളേഴ്സ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാം. ഞാനതൊക്കെ അതിൻ്റെ എൻഡൊക്കെ ഒരുമിച്ച് വെച്ച് നമുക്കതും ഈ പറഞ്ഞതുപോലെ ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സ്റ്റാപ്ലർ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്കത് ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം അവിടെ ഒരു കെട്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് സൂചി നൂലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അതും റെഡിയായി. ഇനി ഇതിൽ നമുക്ക് ഇതിലോട്ട് ഇതുപോലെ വെച്ച് ആ സെലോ ടേപ്പ് അതിലോട്ട് പിന്നെയും സ്റ്റിക്ക് ചെയ്ത് അതിൻ്റെ മേലെ നിന്നോളും. അത് റെഡിയായി. അതിൻ്റെ അകത്ത് നമുക്ക് സംഭവം റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വാൾ ഹാങ്ങർ റെഡിയായി. ഇതുപോലെ വളരെ ഈസി ആയിട്ടും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇനി ഇതുപോലുള്ള ഈസി ക്രാഫ്റ്റുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.